വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് 2025 വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണവും കുടിശ്ശിക വിതരണവും ഒരുമിച്ച് ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഇതോടൊപ്പം തന്നെ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ആരംഭിച്ച സാഹചര്യത്തിൽ ബജറ്റ് അവതരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്കായി ചുരുക്കുന്നതിനായി മരണപ്പെട്ടവരെയും അനർഹരായവരെയും പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും സമയബന്ധിതമായി ഒഴിവാക്കുന്നതിനും സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ നിന്നും വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടവരുടെ പെൻഷൻ സ്ഥാപിക്കുന്നതിനും സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻമാർ, കുടുംബ പെൻഷൻമാർ എന്നിവർ അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ തിരികെ അടക്കുന്നതിനും ആധാർ എടുക്കുവാൻ കഴിയാത്തവരുടെ ഡാറ്റ എൻട്രി സാമൂഹിക സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളും അനുബന്ധ നിർദ്ദേശങ്ങളും ക്രോഡീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ഇതോടൊപ്പം തന്നെ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം 4 ഗഡു കുടിശ്ശികയായ പെൻഷൻ തുകയിൽ നിന്നും 1 ഗഡു വിതരണം ചെയ്യുമ്പോൾ ഇനി വിതരണം ചെയ്യുവാൻ അവശേഷിക്കുന്നത് 3 മാസത്തിലെ തുകയാണ്. 3 മാസത്തിലെ പെൻഷൻ തുകയിൽ 2 ഗഡു കൂടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും. 3 മാസത്തിലെ പെൻഷൻ തുകയിൽ 2 ഗഡു കൂടി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്നുള്ള ആശ്വാസ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുവും കൂടി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുമെന്നുള്ളത് ധനമന്ത്രി കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാൽ പെൻഷൻ തുകയിൽ ബജറ്റ് വർധനവ് ഉണ്ടായേക്കുമോ എന്നുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ തുക കൃത്യമായി എല്ലാ മാസവും മുടങ്ങാതെ ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നും പെൻഷൻ തുക വർധനവ് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉടൻ തന്നെ പുറത്തുവരുമെന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 1600 രൂപ മാത്രം എത്തിച്ചേർന്നവർക്ക്, ഇതോടൊപ്പം തന്നെ 1 ഗഡു പോലും പെൻഷൻ ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം സജീവമാകും. കൈകളിൽ തുക സ്വീകരിക്കുന്ന 26 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി തുക കൈമാറും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.